Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗാർഹിക വൈദ്യുത സർക്യൂട്ടുകളുമായി ബന്ധപ്പെട്ട വളരെ നല്ലൊരു ചോദ്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ചോദ്യം വായിക്കാം. താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ഓരോന്നായി പരിശോധിക്കാം. പ്രസ്താവന എ, ഒരു സർക്യൂട്ടിൽ ഓവർലോഡിംഗ് കാരണം ഉണ്ടാകുന്ന കേടുപാടുകൾ തടയാൻ ഫ്യൂസ് സഹായിക്കുന്നു. പ്രസ്താവന ബി, ഓവർലോഡിംഗ് ഉണ്ടാകുമ്പോൾ സർക്യൂട്ടിലെ ആകെ പ്രതിരോധം കൂടുന്നു. പ്രസ്താവന സി, ഷോർട്ട് സർക്യൂട്ട് സമയത്ത് സർക്യൂട്ടിലൂടെയുള്ള കറന്റ് പെട്ടെന്ന് കൂടുന്നു. പ്രസ്താവന ഡി, എല്ലാ ഉപകരണങ്ങളിലും ഒരേ കറന്റ് ലഭിക്കാൻ വേണ്ടി അവയെ സമാന്തരമായി കണക്ട് ചെയ്യുന്നു. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്ന് നമ്മൾ കണ്ടെത്തണം. ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ എയും ബിയും ആണോ? ഓപ്ഷൻ ബി ബിയും ഡിയും ആണോ? ഓപ്ഷൻ സി എയും സിയും ആണോ? അതോ ഓപ്ഷൻ ഡി ആണോ? നമുക്കിത് പരിശോധിക്കാം. നമുക്കിത് പടിപടിയായി പരിശോധിക്കാം. ആദ്യം പ്രസ്താവന എ നോക്കാം. ഇത് തികച്ചും ശരിയാണ്. കറന്റ് ഒരു പ്രത്യേക പരിധിയിൽ കൂടുമ്പോൾ ഫ്യൂസിലെ വയർ ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇനി പ്രസ്താവന ബി നോക്കാം. ഇത് തെറ്റാണ്. കൂടുതൽ ഉപകരണങ്ങൾ സമാന്തരമായി കണക്ട് ചെയ്യുമ്പോഴാണ് ഓവർലോഡിംഗ് ഉണ്ടാകുന്നത്. സമാന്തര രീതിയിൽ ആകെ പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത് പ്രസ്താവന സി. ഇത് ശരിയാണ്. ഷോർട്ട് സർക്യൂട്ട് സമയത്ത് ലൈവ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ നേരിട്ട് സമ്പർക്കത്തിൽ വരും. അപ്പോൾ പ്രതിരോധം 0 അടുക്കുകയും കറന്റ് പെട്ടെന്ന് കൂടുകയും ചെയ്യും. അവസാനമായി പ്രസ്താവന ഡി. ഇത് തെറ്റാണ്. നമ്മുടെ വീടുകളിൽ ഉപകരണങ്ങൾ സമാന്തരമായി കണക്ട് ചെയ്യുന്നത് എല്ലാത്തിനും ഒരേ വോൾട്ടേജ് ലഭിക്കാൻ വേണ്ടിയാണ്, ഒരേ കറന്റ് ലഭിക്കാനല്ല. ഇനി നമുക്ക് നിഗമനത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ വിശകലനത്തിൽ നിന്നും പ്രസ്താവന എയും സിയും മാത്രമാണ് ശരി എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇത് ഓപ്ഷൻ സിയുമായി കൃത്യമായി യോജിക്കുന്നു. ഇനി മുകളിലെ ശരിയായ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഗംഭീരം. ഈ കൺസെപ്റ്റുകൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ആശംസകൾ.